രണ്ടാൾക്കാർ ഒരു റിസപ്ഷനിൽ ഇരിക്കുകയാണ്. ഒരാള് നല്ലൊരു പുഞ്ചിരിയും നല്ല വെൽ ഡ്രസ്ഡ് ആയ ഒരാളും, വേറൊരാള് അത്യാവശ്യം കുറച്ച് ഷാബി ആയിട്ട് ഒരു ചിരിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പോണത് ആ ചിരിക്കുന്ന മുഖത്തോട്ടേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പിയറൻസ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുവാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ പൈസ കൂടുതൽ വരും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കേടുള്ള പല്ല് വെച്ചിട്ട് അത് മോണയിൽ ചെന്ന് ഒരഞ്ഞിട്ട് അത് ക്യാൻസർ വരെ എത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൂസ്റ്റ് കഴിച്ചാലും മാൾട്ടോവ കഴിച്ചാലും ഹോർലിക്സ് കഴിച്ചാലും ശക്തി വരും എന്ന് പറയുന്നു. ഇതിൽ ഏതിനാണ് ശക്തി കൂടുതൽ എന്ന് നമുക്ക് അറിയില്ല. നമസ്കാരം, വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ഡോക്ടറോട് ചില സംശയങ്ങൾ പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുകൂടാ, അതിൽ നിന്ന് അവർക്കൊരു ഉത്തരം കിട്ടില്ലേന്ന്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നമസ്കാരം. ഈ ശരിക്കും പൊതുവെ മുമ്പ് നമ്മൾ എന്താണ് അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോയിരുന്നത്, ഇപ്പം ദന്തസംബന്ധമായിട്ടാണെങ്കിൽ ഒരു പല്ലുവേദന വരുകയോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ആ കൾച്ചർ മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞു തരാനുള്ളത്? അല്ല, ഇപ്പം ആൾക്കാർക്ക് പൊതുവെ അവയർനെസ് കൂടിയിട്ടുണ്ട്. അത് പല്ലിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ഓവറോൾ ഒരു അവയർനെസ്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും. ഇപ്പൊ പല്ലാണെങ്കിലും നമ്മൾ മാങ്ങ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കും, അല്ലെങ്കിൽ കരിമ്പ് കടിച്ച് കഴിക്കും. ആ കാലമൊക്കെ പോയി. അപ്പൊ ഇപ്പം എല്ലാം എന്താ പറയാ, ഗ്രൈൻഡ് ചെയ്ത ഫുഡാണ് വരുന്നത്. അപ്പൊ നമ്മുടെ പല്ലിന്റെ ബലവും കുറഞ്ഞ് തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി പല്ലിന്റെ ശക്തി കുറഞ്ഞു. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പം പല്ലില്ലാതെ മോണ കാണിച്ച് ചിരിക്കുന്ന അപ്പൂപ്പന്മാരില്ല. ഇപ്പൊ എല്ലാ അപ്പൂപ്പന്മാരും മുടിയൊക്കെ വെച്ച് നല്ല വെളുത്ത പല്ലുകളൊക്കെ വെച്ച്, ഈവൻ പണ്ടൊക്കെ സ്വർണ്ണപ്പല്ല് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. കാരണം ആൾക്കാർ വളരെ എസ്തെറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ഡ്രസ്സ് എടുത്ത് നോക്കിയാലും മോണോ കളർ, മോണോക്രോം, ആ ഒരു ട്രെൻഡ്. അതുപോലെ ആൾക്കാർക്ക് ഇപ്പം ആ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഗോൾഡൻ കളർ ആർക്കും വേണ്ട. ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് സെയിം കളർ, സെയിം ടോൺ. കറക്റ്റ്, അത് അങ്ങനെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമുക്ക് എന്താണ് ഇപ്പം സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്ത് എന്താണ് എൻ്റെ സ്മൈല് നന്നാക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫേസിന് ഏത് സ്മൈലാണ് പറ്റിയത്, ഏറ്റവും സൂട്ടബിൾ ആയിട്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. കാരണം പണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ്. ഇന്ന് കോമ്പറ്റീഷൻ കൂടി. അപ്പൊ നമ്മൾ മുൻപന്തിയിൽ എത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കുന്നത് നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണ്. ഇപ്പം ഏതൊരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ പോയാലും അവർ ആദ്യം പറയുന്നത് നമ്മുടെ സ്വന്തം ഡ്രസ്സിങ് ആണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടാൾക്കാർ ഒരു റിസപ്ഷനിൽ ഇരിക്കുകയാണ്. ഒരാള് നല്ലൊരു പുഞ്ചിരിയും നല്ല വെൽ ഡ്രസ്ഡ് ആയ ഒരാളും, വേറൊരാള് അത്യാവശ്യം കുറച്ച് ഷാബി ആയിട്ട് ഒരു ചിരിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പോണത് ആ ചിരിക്കുന്ന മുഖത്തോട്ടേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പിയറൻസ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുവാണ്. അതുകൊണ്ടാണ് ഡെന്റലും ഡെർമറ്റോളജിയും സ്കിന്നും പല്ലും ഇത്രയും ഒരു മാർക്കറ്റിലേക്ക് മുൻപന്തിയിലേക്ക് നിൽക്കുന്ന ഒരു ഫീൽഡായിട്ട് മാറിയത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു സംശയം, ചില ആൾക്കാർ ഇപ്പം പല്ല് കോസ്റ്റ്ലി ആണല്ലോ, പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നന്നായി പല്ലുവേദന ഉണ്ട്, പക്ഷേ ഇവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആൾക്കാർ ഒരു നാട്ടിൽ പോയി ട്രീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ വേദനയും വെച്ച് നടക്കുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് ദോഷവശങ്ങൾ? അല്ല, ഒന്ന് അതൊരു വെറും തെറ്റിദ്ധാരണയാണ് UAE-ല് ഡെന്റൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. ഒരിക്കലും അല്ല. ഞാൻ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട്. ആൾക്കാർ വലിയ നീരൊക്കെ വെച്ചിട്ട് ലീവ് കിട്ടില്ല പറഞ്ഞിട്ട് പല്ല് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. അല്ല, നമ്മളും നിങ്ങളെ പോലെ മനുഷ്യരാണ്, നമുക്ക് മനസ്സിലാവും. അപ്പം ആരും അങ്ങനെ അറുത്തു പിടിച്ച്, അതും ഇവിടുത്തെ നിയമം കർക്കശിക്കുന്നത് തന്നെ രോഗിക്ക് ഇൻഷുറൻസ് ഉണ്ടോ പൈസ ഉണ്ടോ എന്നുള്ളതല്ല, അസുഖം ചികിത്സിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി ആദ്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചികിത്സയുടെ പൈസ, മേ ബി കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്
നമുക്ക് നാട്ടിൽ expensive. വെച്ച് നോക്കുമ്പോൾ ഇവിടെ എക്സ്പെൻസീവ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന ഉദാഹരണവും ഇവിടുത്തെ റേറ്റും നാട്ടിലത്തെ റേറ്റും വെച്ച് നോക്കുമ്പോൾ എന്ത് സാധനത്തിനും അരിക്കും പഞ്ചസാരയ്ക്കും വില കൂടുതലാണ്. അപ്പൊ പിന്നെ ചികിത്സയ്ക്കും അത് അതൊരു കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോവാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ പൈസ കൂടുതൽ വരും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കേടുള്ള പല്ല് വെച്ചിട്ട് അത് മോണയിൽ ചെന്ന് ഒരഞ്ഞിട്ട് അത് ക്യാൻസർ വരെ എത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തടസ്സം തോന്നുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് UAE-ലേന്നല്ല, ഏത് നാട്ടിലെയും ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ആ ഡോക്ടർ തീർച്ചയായിട്ടും സഹായിക്കും. ആരും എന്താ പറയുക, നാളെ ക്യാൻസർ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ ചെന്ന് എത്തുമ്പം ഇല്ല നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചികിത്സിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും പറയും. പക്ഷെ നമ്മൾ കാണിക്കാത്തത് കാരണം നമ്മുടെ അനാസ്ഥ കാരണം പല കോംപ്ലിക്കേഷൻസും കാണാറുണ്ട്. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വൈഷമ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. അഥവാ ഇനി എന്തെങ്കിലും ഫെർദർ ട്രീറ്റ്മെന്റ് നമുക്ക് ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റണില്ല തോന്നുവാണെങ്കിൽ മാത്രം നാട്ടിൽ പോവുക. കാരണം നാട്ടിലത്തെ ടിക്കറ്റ് റേറ്റ് കമ്പയർ ചെയ്താൽ ആ പൈസ ഒക്കെ തന്നെ ഇവിടെ ആവുന്നുള്ളൂ. അത് പലർക്കും അറിയില്ല. നമ്മൾ ചെന്ന് പെടുമ്പോഴാണ് ഇത്രയ്ക്കേ ഉള്ളൂ അല്ലേ എന്ന് അറിയുന്നത്. ഇത് ഏതായാലും ഈ വിവരങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ്. കാരണം ഞാനും വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ദന്തൽ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി ആയിരിക്കാം എന്നൊരു തോന്നലായിരുന്നു. അപ്പം ഡോക്ടർ അതിന് തീർച്ചയായിട്ടും കൃത്യമായ ഒരു മറുപടി തന്നു. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഒരു പുതിയ അറിവാണ് ഇരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വൈഷമ്യമുള്ളവർ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുക, ഇവിടെ തന്നെ കാണിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ വെറുതെ ഒരു അസുഖത്തിനെ വലിയൊരു അസുഖമാക്കി മാറ്റി, അത് ദന്ത സംരക്ഷണം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എല്ലാത്തിലും നമുക്കിപ്പോൾ ഇൻഷുറൻസ് ഇല്ല. ഈ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമുക്കിടയിലുണ്ട്. അതൊന്നും നമ്മൾ അറിയാതെ പോവാണ്. അപ്പം അത് കാരണം നമ്മൾ കാണിക്കാതെ വെക്കും, അത് കാരണം മരണം സംഭവിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും വിഷമം, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റല് പോയി കാണിക്കുക. നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് നന്മമരങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു സംശയം, ഈ നമ്മൾ ടീത്ത് വൈറ്റനിങ് ചെയ്യാറുണ്ടല്ലോ. ഈ വൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കാണുന്ന കംപ്ലൈന്റുകളാണ്, അതായത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു 1 മന്തിനുള്ളിൽ വീണ്ടും അത് യെല്ലോയിഷ് ആയി മാറുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു അത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോ ഒരു വീട് പെയിന്റ് അടിച്ചു, നല്ല വൈറ്റ് ആയിട്ട് ഇരിക്കും അല്ലേ? ഒരു ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ലേ, ഈ പെയിന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇത് പഴയതിലും മഞ്ഞ ആയില്ലേ? അത്ര തന്നെയാണ് പല്ലിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. കാരണം പല്ലിന്റെ നിറം മാറണില്ല. നമ്മൾ വൈറ്റനിങ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തൊക്കെ ബ്ലീച്ച് ഇടുന്ന പോലെ ഒരു അല്ലെങ്കിൽ 2 ഗ്രേഡിലേക്ക് കളർ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കളറ് താഴേക്ക് പോവില്ല. പക്ഷെ നമ്മൾ അത്രയും നാൾ വെളുത്ത ഒരു പല്ല് കണ്ടിട്ട് ആ കളർ കുറഞ്ഞു വരും ക്രമേണ. ഒന്നിനും ഗ്യാരണ്ടി ഒന്നും ഇല്ല. എന്നാലും ഒരു വൈറ്റനിങ് ഒക്കെ ചെയ്ത പല്ല് മിനിമം 1 വർഷം 9 months ഒക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് ഒറിജിനൽ കളറിലേക്കാണ് പോണത്. പക്ഷെ അത്രയും നാൾ നമ്മളത് വെളുത്തിട്ട് കാണുമ്പോൾ നമുക്കൊരു തോന്നലാണ് അത് വീണ്ടും കൂടുതൽ മഞ്ഞ ആയോ എന്നുള്ളത്. പിന്നെ പലർക്കും പല്ല് ക്ലീൻ ചെയ്യാൻ പേടിയാണ്, പല്ലിന് തേയ്മാനം വരുമോന്ന്. നമ്മുടെ പല്ലാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ്. ഈ പല്ലിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഡയമണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കാർബൈഡ് വെച്ചിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുക. അപ്പൊ ഒരിക്കലും ക്ലീൻ ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട് നിങ്ങളുടെ പല്ലിന് ഒരിക്കലും തേയ്മാനം വരില്ല. നമ്മൾ ഇപ്പൊ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യം, മോണരോഗം കൊണ്ട് പല്ലുകൾ തന്നെ ഇളകി പോകും. ചില ആൾക്കാർക്ക് അത് പാരമ്പര്യമായിട്ട് വരും. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് 8 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ പല്ല് നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ 3 നേരം ബ്രഷ് ചെയ്താലും ചില സമയത്ത് നമ്മൾ അറിയാതെ അഴുക്കുകൾ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും. ഇത് നാളെ മോണരോഗമായി, മോണയ്ക്ക് ബ്ലീഡിങ് വരും, പിന്നെ ആ പല്ലിന് ഇളക്കം വരും. ഇങ്ങനെയൊക്കെ പല്ല് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും ക്ലീൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു ദോഷം സംഭവിക്കില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട് പല്ലില് വരുന്നുണ്ടല്ലോ, അത് എന്താണ്? ബ്ലാക്ക് സ്പോട്ട് മിക്കപ്പോഴും ഒരു ഹോർമോണൽ ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുട്ടികളിൽ കാണും, അല്ലെങ്കിൽ
യുവാക്കൾ യുവതികളിൽ കാണും, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കാണും. ഈ ഹോർമോണൽ ചേഞ്ചസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് അങ്ങ് പോവും. അത് സ്ഥിരമായിട്ട് അത് ഇരിക്കില്ല. അത് ശരി, അത് ശരി, ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പരസ്യത്തിലേക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഈ ടൂത്ത് പേസ്റ്റ് തേക്കുമോ നിങ്ങളുടെ പല്ലിലെ പുളിപ്പ് മാറും, അല്ലെങ്കിൽ മോണ കുറച്ചുകൂടി ഇതാകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ശരിക്കും അങ്ങനെ ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് പർട്ടിക്കുലർലി ഉപയോഗിച്ചാൽ അതങ്ങനെ സംഭവിക്കുമോ? ഞാൻ വീണ്ടും ഞാൻ കളിയാക്കുമല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ബൂസ്റ്റ് കഴിച്ചാലും മാൾട്ടോവ കഴിച്ചാലും ഹോർലിക്സ് കഴിച്ചാലും ശക്തി വരും എന്ന് പറയുന്നു. ഇതിൽ ഏതിനാണ് ശക്തി കൂടുതൽ എന്ന് നമുക്ക് അറിയില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് പേസ്റ്റുകളിൽ. പക്ഷേ ടു എൻ എക്സ്റ്റെന്റ് പേസ്റ്റുകളിൽ തന്നെ ഇപ്പൊ കോൾഗേറ്റിനാണെങ്കിൽ തന്നെ കോൾഗേറ്റ് വൈറ്റനിങ്, അല്ലെങ്കിൽ കോൾഗേറ്റ് ഇങ്ങനെ ടൊബാക്കോ യൂസേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. അത് സത്യമായിട്ടും അവര് മാർക്കറ്റ് ചെയ്യല്ല, ആ വിഭാഗം ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് ടീത്തിന് സെൻസോഡൈൻ, പെപ്സോഡൈൻ, ഇവരൊക്കെ സെൻസിറ്റീവ് ടീത്തിന് എന്ന് പറഞ്ഞിട്ട് പേസ്റ്റ് വരുന്നുണ്ട്. അതും ആ പുളിപ്പുള്ള ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ ഇതിനർത്ഥം നമ്മൾ ഇന്ന് ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചിട്ട് മരിക്കുന്നവരെ അത് ഫോളോ ചെയ്യണം എന്നില്ല. പ്രത്യേകിച്ച് ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഒരു ട്യൂബ് വാങ്ങിക്കുക. നമുക്കിപ്പോൾ പല്ലിന് പുളിപ്പുണ്ട്, ആ ഒരു ട്യൂബ് യൂസ് ചെയ്യുക. അത് കഴിയുമ്പോൾ തിരിച്ച് നിങ്ങളുടെ പഴയ പേസ്റ്റിലേക്ക് പോകണം. പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പേസ്റ്റിൽ തന്നെ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. കുറെ കഴിയുമ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ വരും. അതിപ്പോ നമ്മളിപ്പോ സ്ഥിരമായിട്ട് പാനഡോൾ കഴിക്കുകയാണ്, കുറെ കഴിയുമ്പോൾ നമുക്ക് പാനഡോൾ കഴിച്ചാൽ നമ്മുടെ വേദന മാറില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ ആ ഒരു പേസ്റ്റിൽ സ്റ്റിക്ക് ചെയ്യാതെ, പ്രത്യേകിച്ച് നമ്മൾ ഈ മെഡിക്കേറ്റഡ് പേസ്റ്റുകൾ വരുമ്പോൾ അതിൽ സ്റ്റിക്ക് പീരീഡ് മാത്രം നമുക്ക് അതിന്റെ റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏതാണോ നോർമലിലേക്ക് പോകും, ഏറ്റവും ബെസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ പറയുന്നതും ചെറിയ പുളിപ്പൊക്കെ മാറും, മാരകമായ പുളിപ്പൊന്നും പേസ്റ്റ് കൊണ്ട് മാറില്ല. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ ചിലപ്പം തേയ്മാനം സംഭവിക്കാം. പലർക്കും അറിയാത്ത കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫോഴ്സിൽ പല്ല് ബ്രഷ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഹാർഡ് ബ്രഷ് വാങ്ങിച്ച് അങ്ങനെ ഇങ്ങനെ ഉരച്ച് തേക്കുന്ന സമയത്ത് പല്ലിന്റെ പൊങ്ങിയിരിക്കുന്ന ഭാഗം തേയ്മാനം സംഭവിക്കും. അത് കാരണം പുളിപ്പ് വരും. കാരണം നമ്മൾ തേച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ആ ഇനാമലാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ താഴെയുള്ള ഡെന്റിനാണ് കാണുന്നത്. ഇനാമലാണ് ഈ വെളുത്തിരിക്കുന്ന സാധനം. പിന്നെ ഈ മഞ്ഞ വരുന്നത് ഈ ഡെന്റിൻ വരുമ്പോഴാണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഫില്ലിംഗ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് നിങ്ങൾ പെപ്സോഡൈനോ സെൻസോഡൈനോ ഉപയോഗിച്ചുകൊണ്ട് അത് മാറില്ല. അതുപോലെ നമുക്ക് മോണരോഗം വരുവാണ്, നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാതെ മോണ ഇറങ്ങി പോയി ആ റൂട്ടിന്റെ ഭാഗം പുറത്ത് കാണുവാണ്. ഇതിനും നിങ്ങൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഇപ്പം ഈ പ്രാവശ്യത്തെ കേരള ക്യാൻസർ കോൺക്ലേവ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ എല്ലാ ക്യാൻസർ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റുകളും പറഞ്ഞത്, അവർ കൈകൂപ്പി പറഞ്ഞ ഒരു കാര്യമാണ്, ദയവേത് ഗൂഗിൾ ഡോക്ടർമാരെ സന്ദർശിക്കരുത് എന്നാണ്. കാരണം നമ്മൾ റീൽസിലും യൂട്യൂബിലും എല്ലാം കാണുന്ന ഷോർട്ട് കട്ട് ഒഴിവാക്കുക തന്നെ വേണം. കാരണം നമുക്ക് ഒരുപാട് വലിയ അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങൾ മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബേക്കിംഗ് സോഡ, ഇതൊക്കെ മേ ബി നമുക്കൊരു ടെമ്പററി കാണുമായിരിക്കും, പക്ഷെ ഇതൊക്കെ കൊണ്ടുവരുന്ന ദോഷങ്ങൾ നമുക്കറിയാം. ബേക്കിംഗ് സോഡയുടെ ഒക്കെ കെമിക്കൽ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ടൂത്ത് പേസ്റ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിതൊക്കെ ഉപയോഗിച്ചാൽ പോരെ. അപ്പം ഒരു ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ മേലെ പോയാ നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചികിത്സ തന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇതിനൊന്നും എതിരല്ല കേട്ടോ, ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമുക്കിപ്പോ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, ചെറിയ പുളിപ്പാണ്, അവിടെ ഇവിടെ ഒക്കെ പുളിപ്പാണ്, തീർച്ചയായിട്ടും ഈ പറയുന്ന ടൂത്ത് പേസ്റ്റുകളെല്ലാം അതെ എന്തുകൊണ്ടാണ് അതെന്ന് അറിഞ്ഞിട്ട് നമുക്കത് തിരിച്ചതിലേക്ക് യൂസ് ചെയ്യാം. ഒരു ചോദ്യമാണ്, ഇപ്പം സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു കാലമാണ് കടന്നു പോകുന്നത്. അത് ഉപയോഗിക്കരുത്, അത് ദോഷമാണ് എന്ന് പല പ്രാവശ്യം പല മീഡിയകളിലും ഗവൺമെന്റും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ എവിടെയൊക്കെയോ അതിന്റെ ഉപയോഗം നന്നായി തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഉപയോഗം കൊണ്ട് വേറെ കുറെ, ഇതിപ്പം ഈ അടുത്ത സമയത്ത് പറഞ്ഞു കേട്ടതാണ്, എല്ലുപൊടിയും പല്ലുപൊടിയും, ഇതിന്റെ ഒരു റിയൽ ഇതെന്താണോ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കും. അല്ല, ആക്ച്വലി നമ്മളെ തകർക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് സിന്തറ്റിക് ആയാലും ഓർഗാനിക് ആയാലും നമ്മളിപ്പം കൃഷി ചെയ്തെടുത്താലും ഇത് നമ്മുടെ ശരീരത്തിന് ദോഷം മാത്രം ചെയ്യുന്നതാണ്. അപ്പം ചിലതരം സിന്തറ്റിക് ഡ്രഗുകൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ശക്തി കുറയ്ക്കും, നമ്മുടെ വിറ്റമിൻസിനെ
അളവ് വലിച്ചെടുക്കും. കാരണം നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പം നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഇത് കഴിച്ച് 5, 6, 10, 15 ദിവസം മുറിയിൽ പൂട്ടി ഇരിക്കുകയാണ്. ഈ ഡ്രഗിന്റെ ബലത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത് തന്നെ. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, നമ്മൾ പാല് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ന്യൂട്രീഷൻ ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പൊ അതിന് കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ വൈറ്റമിൻ ഡി കുറയും, നമ്മൾ മുറിക്കകത്ത് തന്നെ ഇരിക്കും, സൂര്യത്തിന്റെ ഒരു അംശം പോലും നമ്മൾ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും അത് പല്ലും എല്ലും മാത്രമല്ല, വൈറ്റമിൻ സി, എ തൊട്ടിട്ട് എല്ലാ വൈറ്റമിൻസിനും കുറവ് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ ഡ്രഗ് നമ്മളെ അങ്ങ് ശാരീരികമായിട്ട് മാനസികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ടും നമ്മളെ അങ്ങ് തളർത്തുമല്ല, തകർത്ത് കളയാണ്. അപ്പം അതുകൊണ്ട് ദോഷം തന്നെയാണ്, തീർച്ചയായിട്ടും ദോഷം തന്നെയാണ്. അതിന് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും അതിന് ന്യായീകരണം ഇല്ലാത്ത ഒരു, ഇപ്പൊ ചിലര് പറയും ചെറിയ തോതിൽ ധൈര്യത്തിന്, ഒന്നുമല്ല. ഉറക്കം മാറാൻ വേണ്ടി, നിങ്ങൾ 3 ദിവസം ഉറങ്ങാതെ ഇരുന്ന് നോക്കും, 4ാമത്തെ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങും. അതിന് നമുക്ക് ഉറക്കം മാറാൻ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ ശരീരം അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം നമ്മൾ പോലും അറിയാതെ ഇപ്പം മാരകമായ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും പ്രതിരോധ ശേഷി ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയണത്, അല്ലേ? അപ്പം ഇത്രയും ശക്തിയുള്ള ഒരു ശരീരം നമ്മുടെ കയ്യിലുള്ളപ്പം നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും വേണ്ട. നമുക്ക് കുറേ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ മസിൽ തന്നെ തളർന്ന് അത് ക്ഷീണം പിടിച്ചു വാങ്ങും. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഇപ്പൊ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഇരുന്നെടുത്ത് ഉറങ്ങിപ്പോയി, വേണ്ടിയിട്ടല്ല, നമ്മൾ ടയേർഡായിട്ട് ഉറങ്ങുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് അറിയാം അതിന് പുറത്തുനിന്ന് ഒരു സാധനവും അതിന് ആവശ്യമില്ല. കാരണം ഞാൻ അതിൽ ഏറ്റവും ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു ഡോക്ടർ പണ്ട് ചോദിച്ച ഒരു കാര്യമാണ്. അപ്പം ആരോ ചോദിച്ചു പ്രഗ്നൻസിയിൽ എന്തൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചപ്പം സൊമാലിയയിലും കുട്ടികൾ ജീവിക്കുന്നില്ലേ എന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതിനെ എന്താണോ നമുക്ക് അവൈലബിൾ എന്താണോ നമുക്ക് അങ്ങനെയും താങ്ക് യു ഡോക്ടർ, ഇത്രയും സമയം നമുക്ക് വീണ്ടും തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദിസ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ NK Group, Lucky Center and Lucky Department Store, Ajuman.